ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പാണക്കാട്ടേക്കൊന്ന് പോവുകയാണ്. പിയാസുരിൽ ഞാൻ തിരിച്ചു വരാം. പാണക്കാട് സന്ദീപ് വാര്യർ ഇപ്പോൾ പാണക്കാട് തങ്ങൾ കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുബഷീർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ആ സന്ദർശനം പാണക്കാട്ടേക്ക് സന്ദീപ് വാര്യർ വരുന്നു. യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു സന്ദർശനമാണത്. ആ സന്ദർശനത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയുണ്ട് പാണക്കാട് വീട്ടിൽ സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ? മുബഷീർ, അരുൺകുമാർ, ഇപ്പോൾ പാണക്കാട് വസതിയിലേക്ക് സന്ദീപ് വാര്യർ എത്തിച്ചേർന്നിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ എം.എൽ.എമാരായിട്ടുള്ള എൻ ഷംസുദ്ദീൻ, അതുപോലെ തന്നെ നജീബ് കാന്തപുരം, അത്തരത്തിൽ ഉബൈദുള്ള ഉൾപ്പെടെയുള്ള എം.എൽ.എമാരുണ്ട്. തൊട്ടപ്പുറത്ത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി.കെ. ഫിറോസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ എം.പി ആയിട്ടുള്ള ഹാരിസ് പീരാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ ഇവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വലിയൊരു കൂടിക്കാഴ്ച തന്നെയാണ്. ഇപ്പോൾ പാണക്കാട്ടെ കൊലായിലേക്ക് സന്ദീപ് വാര്യർ പ്രവേശിച്ചിരിക്കുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. അപൂർവമായൊരു കൂടിക്കാഴ്ച. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശന മാറ്റത്തിൽ അത്രത്തോളം കൗതുകമുണ്ടാക്കുന്നൊരു കൂടിക്കാഴ്ച. നമുക്കറിയാം, അത്രത്തോളം രൂക്ഷമായ വിമർശനങ്ങൾ ബി.ജെ.പിയുടെ ഭാഗമായി നിന്ന സമയത്ത് മുസ്ലിം ലീഗിനെതിരെ, പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉൾപ്പെടെ നടത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു സന്ദീപ് വാര്യർ. മുസ്ലിം ലീഗിൻ്റെ അണികൾക്കിടയിൽ ഉൾപ്പെടെ ആ നിലയിൽ വലിയ പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിന് തൊട്ടു പിന്നാലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നത് നന്മയുടെ പാതയിലേക്കാണ്, സത്യത്തിൻ്റെ പാതയിലേക്കാണ് സന്ദീപ് വാര്യർ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊന്നും തന്നെ ഇപ്പോൾ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നത്. സമാനമായ അഭിപ്രായം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പങ്കുവച്ചിരുന്നു. അതെന്തായാലും ഒരു കൂടിക്കാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസം തന്നെ UDF മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ഘടകമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ ഓഫ് മുസ്ലിം ലീഗിൻ്റെ അമരക്കാരനായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപക്ഷേ ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശേഷം നേരത്തെ അദ്ദേഹം നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ, പലതരത്തിലുള്ള ആരോപണങ്ങൾ, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ. നമുക്കറിയാം, ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ടെലിവിഷനിൽ നടത്തിയ ചർച്ചയൊക്കെ തന്നെ ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ സൈബറിടങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു. സംഘപരിവാർ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തും ഇതിനും അപ്പുറമുള്ളൊരു അഭിപ്രായം പ്രതീക്ഷിക്കാമോ എന്ന രീതിയിൽ മുസ്ലിം ലീഗ് ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരിച്ചൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റം ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെന്ന രീതിയിലും ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. എന്തായാലും അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പാണക്കാട് എത്തിച്ചേർന്നിരിക്കുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് കൂടെയുള്ളത്. നജീബ് കാന്തപുരം MLA ഉണ്ട്. അപ്പുറത്ത് ഹാരിസ് പീരാൻ MP ഉണ്ട്. വലിയൊരു കൂടിക്കാഴ്ച തന്നെയാണ് പാണക്കാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ബഷീർ അലി ശിഹാബ് തങ്ങളെപ്പോലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഇത് വലിയ ഈ രാഷ്ട്രീയ മാറ്റം അത് പാലക്കാട് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ആ നിലയിൽ തന്നെ സ്വാധീനിക്കുമെന്നൊരു വിലയിരുത്തൽ മുസ്ലിം ലീഗിനുണ്ട്. അത് UDF മുതൽക്കൂട്ടാകുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് മുസ്ലിം ലീഗിനുണ്ട്. അത് ഉണ്ടാകുമെന്നൊരു ഉറപ്പ് തന്നെയായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത്. അത് ഇപ്പോൾ അവർ അകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ച പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ സന്ദീപ് വാര്യറും ഈ പാണക്കാട്ടെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ, ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ആ തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അവർ അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹം പെരിന്തൽമണ്ണ വസതിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും പാണക്കാടെത്തിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പാണക്കാട്ടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ നിന്ന് പ്രഭാതവർഷം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അരുൺകുമാർ, യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. ശ്രീ TP അഷ്റഫ് അലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ് വാര്യർ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ വിമർശനങ്ങൾ മുസ്ലിം ലീഗിനെതിരെ, മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ഒരു കൂടിക്കാഴ്ച എങ്ങനെ നോക്കിക്കാണുന്നത് രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം അന്ന് നിന്നൊരു പ്ലാറ്റ്ഫോം BJPയുടെ പ്ലാറ്റ്ഫോമാണല്ലോ, RSSൻ്റെ പ്ലാറ്റ്ഫോമാണ്. ആ സമയത്ത് അദ്ദേഹം BJPയുടെയും RSSൻ്റെയും ഐഡിയോളജിക്ക് അനുസരിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. അതേസമയം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി അദ്ദേഹം പറഞ്ഞു
വെറുപ്പിൻ്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കട തുറക്കാൻ വരുന്നു എന്നുള്ളത് അത് വളരെ വലിയൊരു മെസ്സേജാണ്. ഇന്ത്യയിലുടനീളം രാഹുൽ ഗാന്ധി നടത്തിയൊരു യാത്രയിൽ അദ്ദേഹം നൽകിയൊരു വലിയ മെസ്സേജാണത്. ആ മെസ്സേജ് എത്രത്തോളം BJP ആളുകളെ പോലും സ്വാധീനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. മുസ്ലിം ലീഗിൻ്റെ യുവനേതാക്കൾ ഉൾപ്പെടെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹവുമായിട്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഓർക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഇത് സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികമാണ്. വിരുദ്ധമായി ചേരി നിൽക്കുമ്പോൾ ആശയപരമായ സംഘടനകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ആ ആശയപരമായ സംഘടനകളെ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റത്തിലൂടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, BJP വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് പറയുന്നതോടുകൂടി തന്നെ അദ്ദേഹം അതിൻ്റെ ഇന്നലകളിൽ ചെയ്ത അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാം പൊറുക്കാൻ മാത്രമുള്ള വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രധാനപ്പെട്ട ഒരു വിമർശനം RSS ചെറുപ്പം മുതലേ RSSലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു പാർട്ടി മാറ്റത്തിലൂടെ അവരുടെ ഒരു അനുഭവം മാറില്ല എന്നൊരു വിമർശനം ഇവിടെ നടന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നിലപാട് മാറ്റം തീർച്ചയായിട്ടും ലീഗ് നേതാക്കളുടെ പ്രതികരണം നമുക്ക് വേണം. പാണക്കാട് ഒരുപക്ഷെ ചായ സൽക്കാരത്തിനു ശേഷം പുറത്തേക്ക് വരുന്ന സന്ദീപ് വാര്യരുടെ പ്രതികരണം നമുക്ക് വേണം. ന്യൂനപക്ഷ വിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റുകൾ നേരത്തെ സന്ദീപ് വാര്യർ നടത്തിയിട്ടുണ്ട്. അത് പലതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കി തീർക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്.